അപ്പാ ഇന്നാൾ അപ്പൻ എൻ്റെ കൂടെ കണ്ടപ്പോ എൻ്റെ ഒരു ഫ്രണ്ടും ആ പെൺകുട്ടി വെച്ച് അതേ ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം? ബ്രദേഴ്സ് ആണോന്ന്. സത്യത്തിൽ അങ്ങനെയല്ലേ തോന്നൂ. അപ്പൻ എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പാ? മോനെ ജോമോനെ, കം ടു ദ പോയിന്റ്. അല്ല, ഞാൻ ഈ പെട്രോളിന്റെ വിലേനെ പറ്റി ഓർക്കായിരുന്നു. ഈ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടുന്നതുകൊണ്ട് ഒരു ദിവസം കാറിൽ എത്ര കൂടെ പെട്രോൾ അടിക്കുന്നു. ഓ, അപ്പന്റെ കാശ് കളയുന്നതിന്റെ ദണ്ണം. ബസ്സിലോ നടന്നോ പോയാ പോരെ? അതല്ല, ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ ഓട്ടത്തിനൊക്കെ അത് മതിയായിരുന്നു. ബൈക്കോ? ബൈക്കൊന്നും വേണ്ട, അതൊക്കെ റിസ്കാ. അല്ല, ഈ പെട്രോളിന്റെ വില അത് ഞാൻ സഹിച്ചു. ഏതായാലും ബൈക്ക് വേണ്ട. ഇങ്ങോട്ട് മേഡം ചേട്ടാ. അങ്ങനെ ഇപ്പൊ നീ തൂങ്ങണ്ട, സേട്ടൻ തൂങ്ങിക്കോളാം കേട്ടോ. കോയിരാള എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ഷർട്ട് അവള് തേച്ചു തരുമായിരുന്നു. അല്ലാണ്ട് എന്താ? അതല്ല, ഒരു ബൈക്കിന് അപ്പനോട് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു. നീ അത് ഇനിയും വിട്ടില്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാനൊരു നല്ല നിലയിലായ പിന്നെ അപ്പം കൊതിക്കും. എന്ത് കൊതിക്കും? എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എന്റെ മോൻ അപ്പൻ്റെ അടുത്തൊന്നും കെഞ്ചിയിരുന്നെങ്കിലും ഒന്ന് അപ്പം കൊതിക്കും. അതിനുള്ള യോഗം എനിക്കുണ്ടാവും തോന്നുന്നില്ലടാ. എടാ, ബൈക്ക് ഡേഞ്ചർ എടാ. ശരി, ഇനി അതില്ലാഞ്ഞിട്ട് വേണ്ട. ഹെൽമെറ്റ് ഒക്കെ വെച്ച് സൂക്ഷിച്ചോടിക്കണം. നമ്മുടെ പാലക്കര സണ്ണിയില്ലേ, ബൈക്കിന്റെ ഒക്കെ ഡീലർ, അവിടെ പോയി മേടിച്ചു. എന്താ കാശ്? കാശ് നിന്റെ തരില്ല. ബില്ല് ഓഫീസിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി. സണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളെ. എന്താ, അത് പോരെ? അത് മതി, അത് മതി. ആ, അതാവുമ്പോ നല്ല ബ്രാൻഡും ഉണ്ടാവും. അപ്പാ, എന്താടാ? അപ്പനാണപ്പാ ലോകത്തിലെ ഏറ്റവും നല്ല അപ്പൻ. പോടാ കഴുതേ. 25,000 പ്ലസ് 30,000 പ്ലസ്. ജോർജേ, ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും? സാധാരണ ഒരു ബൈക്ക് വെച്ചെങ്കിൽ 60-70 ആ റേഞ്ചിൽ വരും. ഇനിയിപ്പോ ബുള്ളറ്റ് വെച്ചെങ്കിൽ 1.5 ലക്ഷത്തിന്റെ മേലെയാവും. അയ്യോ, ഇനി അവൻ പോയിട്ട് ബുള്ളറ്റ് എങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമോ? സാറ് ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്. ഇതാ പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ നിന്ന് തന്ന ബില്ല. ഒരു ബൈക്കിന് 18 ലക്ഷം രൂപയോ? എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ അല്ലേ? പിന്നെ അപ്പന്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശുകളില്ല കേട്ടോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയരുത്. അപ്പനോട് ഞാൻ പറഞ്ഞതല്ലേ നല്ല തന്നെ നോക്കി വാങ്ങാമെന്ന്. നല്ലതെന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ? അപ്പാ, അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ് വേണോടോ അന്തസ്ന്ന്. അപ്പൊ മെഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സിനല്ലേ. ആ അപ്പന്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ചാ അപ്പന്റെ അന്തസ്സിൽ ഇല്ലാണ്ടാവണേ. അപ്പന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ. എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാഗം വെക്കുമ്പോ ഈ കിടക്കുന്ന അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താൽ മതി കേട്ടാ. നിന്നെ കെട്ടിക്കുമ്പോഴും എന്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. നീ അനുസരിക്കും. മനസ്സിലായോ? ഓ, നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്കാ. ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ, എന്റെ എക്സാം അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്ത് പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ. നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയാ. അപ്പാ, സ്റ്റിൽ ഐ ലവ് യു.
ചേച്ചി ഒന്ന് ഗ്യാപ്പ് കൊടുത്തു കയറി വാ മോളെ വേഗം അവിടെ നിൽക്കട്ടെ. കൊച്ചു മുതലാളി ഒന്നിരിക്കുന്നേ മുതലാളി വന്ന കണ്ടില്ല നിങ്ങള്. അയ്യോ മുതലാളി എന്താ ഇതില്? എന്നെ മുതലാളി വിളിക്കാം. ഐ എം എ സോഷ്യലിസ്റ്റ്. ജോമോൻ ടി വിൻസെന്റ്, ഈ വിൻസെന്റ് മോട്ടോഴ്സിന്റെ. അതാ അതെ. പോയി ജോലി ചെയ്തോളൂ. ആയിക്കോട്ടെ. ബെല്ലൊക്കെ കാണിച്ചോളാം. സിമ്പിളാ. ചേട്ടൻ നാളെ ഉണ്ടാവോ? ഇനി അങ്ങോട്ട് ഡെയിലി ഉണ്ടാവും. എന്താ കുട്ടിയുടെ പേര്? ആതിര. ഹായ്. പേരെന്താന്ന് പറഞ്ഞു? ജോമോൻ ടി വിൻസെന്റ്. സ്പെക്സ് കൊള്ളാട്ടോ. ചേട്ടൻ നല്ല സ്മാർട്ട് ആണല്ലോ. താങ്ക് യു. സോറി. ഹായ്. ഹായ്. നിങ്ങളൊക്കെ ഏത് കോളേജിലാണ്? ബൈ സനുജ. ഇംഗ്ലീഷിലാ കാണാം. നാളെ കാണാം. അപ്പൊ ഓക്കെ. ബൈ. ടാറ്റാ. ബൈ. ബൈ. ചേട്ടാ ഇങ്ങോട്ട് വരൂ. ഞാൻ ചെയ്യാന്ന് വേണ്ടില്ലായിരുന്നു. കുറെ കാലം കൂടിയിട്ടുള്ള ആഗ്രഹം. ആണോ? ഞാൻ ചെയ്തോളാം. പൈസ തന്നെ. ചേട്ടൻ എവിടെ ഇരിക്കണം കൊടുക്കണേ? സോറി സോറി. താങ്ക് യു. നൈസ് ഡാ. ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ. ചേട്ടാ ഒന്ന് പതുക്കെ ബ്രേക്ക് ഔട്ട് ചേട്ടാ. നീ ചോദിച്ചു നോക്കൂ. എനിക്ക് ആ നമ്പർ ഒന്ന് തരുമോ? അതിനിപ്പോ എന്താ? എന്നാ കൊട. മഴ വെയിലൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനു സാറേ കൊട? എടോ കാശ് കൊടയിൽക്കിടാൻ എവിടെയൊക്കെ ക്യാമറ വെച്ചെന്ന് യാതൊരു പിടിയില്ല. കൈക്കൂലി കൊടുക്കാൻ അറിയാത്ത പൊട്ടൻ. ഇതാണ് തൻ്റെ പീഡിയയുടെ ലൈസൻസ്. ഇനി താൻ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ തന്നെയും കണ്ടിട്ടില്ല. പിടിച്ചിരുന്നോ? ഇതാരാ ഓടിക്കുന്നത്? ഹാൻഡ്സ് ഫ്രീ. പിടിച്ചിരുന്നോ? പിടിച്ചിരുന്നോ? ഇറങ്ങി പോടോ. എന്താ എന്റെ പേര്? ജോമോൻ എന്നാണ് സാർ. വിൻസെന്റ് മോട്ടോഴ്സ്. നീയാ ഡ്രൈവർ? ഡ്രൈവർ ആകത്തിന് സാർ. ആ നിലിപ്പ് കണ്ട എന്തൊരു പാവാ. അകത്ത് കിടക്കണ്ട വകുപ്പാ. ഹെവി ലൈസൻസ് ഇല്ലാണ്ടല്ലേ വണ്ടി ഓടിച്ചത്. ഈ പാവ ഒരു മേയറായത് നിന്റെ ഭാഗ്യം. ആ കെയർ ഓഫിൽ നല്ല കളി കളിച്ചിട്ടാ ഈ കേസിൽ പെടാതെ ഊരിയത്. ഇത് വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും എണ്ണാമായിരുന്നു എന്റെ മിഷനിൽ, ഇല്ലേ? അതേന്നേ. ആ. ഡാ നീ കൊത്താൻ നോക്കുന്നതേ ഒരു വമ്പൻ സ്രാവിന്റെ കുഞ്ഞിനെയാ. വമ്പൻ സ്രാവ്. ദുബായിലൊക്കെ ബിസിനസ് ഉള്ള നാൻസി കുര്യനില്ലേ, അവരുടെ ഒറ്റ മോള ഈ കാതറിൻ. ശരിക്കും കാതറിൻ.
സംഗതി ലോക ലോട്ടറിയാ. ഇതെങ്ങാനും നടന്ന ഞാൻ എന്റെ എല്ലാ അഴിമതിയും ബിസിനസ്സും കെട്ടിപ്പൂട്ടി വെച്ച് നിന്റെ മാനേജറായിട്ട് കൂടും. നാൻസി മേഡത്തിന്റെ ഒറ്റ മോളായതുകൊണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോട്ടെണ്ണം മെഷീനൊരു പണിയായി. ഛേ, സ്വത്തിനെ പറ്റി മാത്രം പറഞ്ഞ കുട്ടിയുടെ ഒരു വാല്യൂ കളയില്ല ഞങ്ങളെ. എന്നാ ഒരു കാര്യം ചെയ്യാം, നല്ല മാലാക പോലൊരു പെങ്കൊച്ചിനെ ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവരാം. മതിയോ? അങ്ങനെയല്ല, എന്നാലും അതിന് ആ കുട്ടിക്ക് ഇവനോടും തോന്നണ്ടേ? സാധാരണ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവന്റെ ഒരു ബാറ്ററി ചാർജിങ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഏൽക്കാൻ പോണില്ല. കൃത്യമായ പ്ലാനിങ് വേണം. തൃശ്ശൂരുള്ളപ്പോ നമ്മുടെ നിമ്മി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാ കുട്ടി പോവാറുള്ളത്, ലാഫെമ്മില്. ഹായ്. ഹായ്, എന്താ കുട്ടിയുടെ പേര്? കാത്തറിൻ. ഓ, ഞാൻ ലാലി. ഓക്കെ. എപ്പോഴും ഇവിടെയാണോ വരാറ്? നാട്ടിലുള്ളപ്പോ. ഓ, നൈസ്. എന്ത് പറ്റി കാതറിൻ? കാറ് പാർക്ക് ചെയ്തതിന്റെ ബാക്കിൽ വേറൊരു കാറിട്ട് ബ്ലോക്കായി. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കാണാം. ഓക്കെ. അല്ലെങ്കിൽ കാതറിൻ കയറിക്കോളൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേച്ചി, ഞാനൊരു ടാക്സി വിളിച്ചോളാം. അല്ലെങ്കിൽ വേറെ കാർ അയക്കാൻ പറയാം. അതിനൊക്കെ ഇനി കുറെ നേരം എടുക്കില്ലേ? കുട്ടി കയറിക്കോളൂ, വീൽ ഡ്രോപ്പ് ചെയ്യൂ. എന്റെ ബ്രദറാ. ഓ ഹായ്, ജോമോൻ. ഹായ്, ഐ എം കാത്തറിൻ. അയ്യോ, ഞാൻ മോക്ക് ബേബി ഫുഡ് വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്നെ ഷാബാമോളിന് അവിടെ ഒന്ന് വിട്ടേക്കോ. എന്നിട്ട് നീ കൊച്ചിനെ വിട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്താൽ മതി. ശരി ചേച്ചി. മോൾ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ. വെറുതെ ജോമോനെ ഡ്രൈവറാക്കി കംപ്ലൈന്റ് വേണ്ടല്ലോ. ഓക്കെ. ശരി, ബൈ. 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 വാട്സ്ആപ്പ് ഐ തിങ്ക് വി ഹാവ് മെറ്റ് ബിഫോർ. പള്ളിയിൽ വെച്ചല്ലേ? ശ്രദ്ധിച്ചോന്ന് ഷുവറില്ലാത്തോണ്ടാ ഞാനൊന്നും പറയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല, MBA കഴിഞ്ഞു ഇരിക്കുന്നു. വാട്ട് അബൌട്ട് യു? ഞങ്ങളുടെ ഫാമിലിയും ബിസിനസ്സിലാണ്. ഞാനിതുവരെ ഇൻവോൾവ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പോക്കറ്റ് മണിക്ക് കുറച്ച് ഇ-കൊമേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങി. കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. നിങ്ങളും ഇവിടുത്തെ വെൽ നോൺ ബിസിനസ് ഫാമിലി ആണല്ലോ. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. Anyway, nice to meet you. Nice to meet you too. Thank you so much. Welcome. Bye. Bye. ഓക്കെ നൈസ്. അപ്പൊ ബാലോടാ, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ ഫ്ലാറ്റുകളൊക്കെ ഒരേ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ. അതിനെന്താ പ്രയാസം? പിന്നെ അടുത്ത ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ. പിന്നെ വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കണം. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചാലാണുള്ളതാ. അത് ഞങ്ങൾ ഏറ്റു. ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രോജക്റ്റ്. ഓക്കെ ദെൻ സീ യു. ശരി ബാലോടാ, ബൈ. ഞാൻ കാരണം ഒറ്റയടിക്ക് 30 ഫ്ലാറ്റാ ബുക്കിംഗ് ആയത്.
ഈ പ്രവാസി അസോസിയേഷനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ? വേണ്ട, അല്ലെങ്കിൽ തന്നെ അളിയന് 100 ടെൻഷനാ. ഞാൻ പറയില്ല. പറയലിയ ഞാൻ പറയില്ല. പറയാനല്ലേ പറഞ്ഞത്? അല്ല, അളിയനല്ലേ ഇവരെയൊക്കെ കൊണ്ടുവന്നതിന് അളിയൻ എങ്ങനെയാ കമ്മീഷൻ കൊടുക്കുക? അഥവാ കൊടുത്താൽ തന്നെ അളിയൻ വാങ്ങുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? സത്യം, ഈ ടെൻഷൻ കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കമ്മീഷൻ തന്ന അളിയൻ വാങ്ങുമല്ലോ. ആ ടെൻഷൻ മാറി. കമ്മീഷൻ വാങ്ങാത്തൊരു മുതല്. എന്താ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പനെ ജീൻസിനാൻ പോവാ. അതല്ല, ഈ കട ഞാൻ നിന്റെ പേരിൽ തുടങ്ങാൻ പോവാ. നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അപ്പൻ എന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ താല്പര്യം കൊണ്ട് നോക്കണ്ടേ? എന്താ നിനക്കൊരു താല്പര്യ കുറവ്? ഇതെന്താ ന്യൂ ജനറേഷൻ അല്ലേ? പിന്നെ നിനക്കൊരു സഹായത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ടോണിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതല്ല എന്റെ എക്സാംസ്, അതിന് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി മതി. വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് വന്നു. ബാക്കി പഠിത്തമൊക്കെ ഇവിടെ. എന്തേ? ഒന്നുമില്ല. ടോണിയേട്ടാ, എന്തോ ഇവിടെ ഈ ലേഡീസ് ഐറ്റംസ് ഒന്നുമില്ലേ? ജെൻസ് മാത്രം മതി എന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്. ചാർജ് ഞാൻ പുറത്തു കൊണ്ടി വരും. അല്ല, ഈ ചെറിയ കുട്ടികളുടെ ഐറ്റംസ് എങ്കിലും വെക്കായിരുന്നു. അതെ, ഈ ചെറിയ കുട്ടികളുടെ കൂടെ ചെറിയ അമ്മമാരും കയറി വരും. അപ്പൊ നിന്റെ ബിസിനസ്സിലെ കോൺസെൻട്രേഷൻ പോകും. തൽക്കാലം ജെൻസ് മതി. മതി. ഹായ്. ഹായ്. ഡബിൾസ് കളിക്കാം. ഷുവർ. മിക്സഡ് ഡബിൾസ്. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഉണരും മുമ്പ് വിളിക്കരുതെന്ന് ജോമൻ പറഞ്ഞിരുന്നു. അവനെവിടെ? പുറത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് ജോമൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അക്ക. മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അപ്പൻ ഈ കസേരയിലോട്ട് ഇരുന്നേ. ഇരിക്കപ്പാ. ഈ മുസ്താഖ് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവനീ കാണുന്ന പോലൊന്നുമല്ല. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA എടുത്തിട്ടുള്ള ആളാ. MBA ശരിക്കും പാസ്സായിരുന്നു കേട്ടോ. ഇപ്പൊ തിരുപ്പൂരിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബിസിനസ്സാണ്. അന്നാ ബൈക്കും കടയും വിറ്റ കാശുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. അതിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ കമ്പനിയിൽ പാർട്ട്ണറായി. ടിവിയിലും പത്രങ്ങളിലൊക്കെ
പലതരം ദുരന്തങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും. ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, സുനാമി, എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു ഭൂപ്രദേശം തന്നെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവും. പക്ഷേ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു പുൽക്കൊടി അങ്ങേര് ബാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലേടാ? മുഷ്താഖെ, ഞാനിവിടെ ഇരുന്നൊരു സിഗരറ്റ് വലിച്ചോട്ടെ? അയ്യോ അതിനെന്താ? നമുക്കിനി എല്ലാം ശരിയാക്കണം അപ്പ. ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പൻ്റെ ജോമോൻ ഇനി മുടിയനായ പുത്രനായിരിക്കില്ല. നാളെ മുതൽ ഞാൻ കൃത്യമായ കമ്പനിയിൽ വരും, ഇവനൊരു സഹായമായിട്ട്. അല്ലാണ് മുസ്താഖെ? അതെ അതെ, അപ്പൊ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാലോ. അപ്പൊ ഞാൻ ഇറങ്ങാണേ. ഹായ്, നിക്ക്. ഇതെന്താ? ഇനി മുതൽ ഹോട്ടൽ ഫുഡ് വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാന്നല്ലോ. ഇനി മുതൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഇന്നറിയും. നീ ആദ്യം കഴിച്ചു നോക്ക്. ശരി അപ്പ. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മെയിലെല്ലാം അണിച്ചിരുന്നേ സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഞാൻ അകത്തുണ്ടോ? ക്ലയൻസ് ഒരുപാട് പേരുണ്ടല്ലോ പറയട്ടെ. എല്ലാവരും ഓർഡർ തരാൻ വന്നായിരിക്കും അല്ലേ? അവര് നമ്മുടെ ക്ലയന്റ് അല്ല സാർ, നമ്മൾ അവരെ ക്ലയന്റാ. ഞാൻ വിളിക്കാം, സാറ് തന്നെ സംസാരിക്കും. சார், நான் அட்லஸ் டூர்ஸ் அண்ட் ட்ராவல்ஸ் கம்பெனி மேனேஜர். முஸ்டாக் சார் ட்ராவல் பண்ண டோட்டல் டியூ 12 லட்சம் ஆயிடுச்சு சார். ஹாய் சார், நான் சுந்தரம் கார் ஃபினான்ஸ் மேனேஜர் சார். 3 மாசமா எங்களுக்கு இன்ஸ்டால்மெண்ட்ஸ் வரவே இல்லை சார். மெட்டீரியல் சப்ளை செஞ்சதுல உங்க கம்பெனியில் கொடுத்த செக் எல்லாம் பவுன்ஸ் ஆயிடுச்சு சார். சார், நான் என் பார்ட்னர்கிட்ட பேசி அடுத்த வாரத்துக்குள்ள எல்லாம் செட்டில் பண்ணுறேன் சார். இப்போ நீங்கள் கொஞ்சம் போயிட்டு வாங்க. ഓർഡർ എടുക്കാനാണെന്നും പറഞ്ഞ് എപ്പോഴും വേൾഡ് ടൂറാണ് സാർ. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, വില കൂടെ കാറേ ഓടിക്കും. കമ്പനിയുടെ റിയൽ സിറ്റുവേഷനായി മാച്ച് ചെയ്യാത്ത ഇമാജിനറി വേൾഡാണ് പുള്ളിയുടെ ലൈഫ്. മൂപ്പരായിട്ട് കൊണ്ടുവന്ന കാശ് മുഴുവൻ പൊടിച്ചു കളഞ്ഞു. അപ്പോഴാ കുറേ കാശും കൊണ്ട് സാറിൻ്റെ വരവ്. ഐ ആം വെരി സോറി ടു സേ ദിസ് ഈസ് എ സിങ്കിങ് ഷിപ്പ്. ഈ കമ്പനിയിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് സാർ. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുക, മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ജോലി നോക്കിയേ പറ്റൂ. സാറൊരു പാവാൻ തോന്നിയോണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നീ കിടന്ന് മൂങ്ങി നിന്റെ തലമണ്ട ചവിട്ടി പൊട്ടിക്കും. അവസാനത്ത് പിടിവള്ളിയും കൈവിട്ട് പോയത് പാവപ്പുറം. ഞാൻ എങ്ങനെ പറയാൻ കർത്താവേ? ആ വാ. എന്താണ് നിനക്കൊരു ക്ഷീണം? ഒന്നുമില്ല. ആ, ജീവിതത്തിൽ ആദ്യമായിട്ട് പണിയെടുക്കുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും നല്ല ചൂട് പുട്ടും ഉഗ്രൻ ചിക്കൻ കറിയും റെഡി. അടിപൊളി. പണ്ട് പർച്ചേസിന് പോകുന്ന കാലത്ത് വാടക വീട്ടിൽ താമസിക്കുമ്പം നിന്റെ അമ്മച്ചി എഴുതി തന്നയക്കാറുള്ള ചില പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കും. അതിലൊരു ഐറ്റം ആയത്. എങ്ങനെയുണ്ട്? എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ അപ്പം പുറത്തായോ? തിരക്കഥ അമ്മച്ചറിയാണെങ്കിലും സംവിധാനം അപ്പൻ്റെ അല്ലേ, പൊളിച്ചു. തിരുപ്പൂര് നല്ല മലയാളി ഹോട്ടലൊന്നുമില്ല, ഒരു കൈ നോക്കിയാലോടാ. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. ജോമോനെ, നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, ഇപ്പോൾ ഉള്ളതൊക്കെ നേരാക്കിയിട്ട് പോരെ അടുത്ത പരിപാടി ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാനിന്ന് ആൽഫിയെ വിളിച്ചിരുന്നു. ആളൊരു മൂരാച്ചിയാണെങ്കിലും കേസ് നടത്താനുള്ള പണം അവനും അവൻ്റെ അളിയന്മാരോട് ഒപ്പിക്കാമെന്ന് പറഞ്ഞു. രാവുണ്ണി ഇപ്പോഴും അകത്താണല്ലോ, അതുകൊണ്ട് നാളെ നീ തൃശ്ശൂർ വരെ ഒന്ന് പോകണം. ശരിയപ്പാ. നീ പറഞ്ഞതൊക്കെ മനസ്സിലായി. കേസിന് കാശ് മുടക്കാൻ സമ്മതിച്ചതേ അത് ഞങ്ങൾക്കൂടെ അനുഭവിക്കേണ്ട സ്വത്തായോണ്ട് തന്നെയാണ്. അല്ലാണ്ട് ആർത്തി മൂത്ത് ആരോടും ഒരു വാക്ക് പറയാതെ ഇരിക്കണ വീടും പണയപ്പെടുത്തി വലിയ കളി കളിക്കുമ്പോൾ അപ്പനോടെ വലിയ സിമ്പതി ഉണ്ടായിട്ടൊന്നും അല്ല. ഇന്നലെ ഞങ്ങൾ വക്കീലിൻ്റെ അടുത്ത് പോയിരുന്നു. പുള്ളിക്കാരൻ വക്കാലത്ത് ഏറ്റെടുത്തു. ഞങ്ങൾ അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി വരുന്ന കാശ് ഞങ്ങൾ തന്നെ പുള്ളിക്ക് നേരിട്ട് കൊടുത്തോളാം എന്ന് വെച്ചാൽ അപ്പം തന്ന കടയും പൂട്ടി സ്ഥലം വിട്ട നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന്. എന്നെ ആരും വിശ്വസിക്കണ്ട, എനിക്കാരെയും കാശും വേണ്ട. പക്ഷെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ ചങ്കും കരളും പഠിച്ചെടുക്കുന്നതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ അപ്പനോട് തന്നെ കാണിക്കണം ചേട്ടാ. എന്താടാ നീ പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞ അപ്പനെ തമിഴ്നാട്ടിൽ കൊണ്ടിടാൻ? അതൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി, ഇനി എന്താ വേണ്ടതെന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടേ? നീ മിണ്ടാതിരിക്ക. അപ്പനെ നീ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. മരിക്കുന്നവരെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പനെ. നീ നോക്കും ചേച്ചി, എനിക്കറിയാം. എന്നിട്ട് അപ്പം കഴിച്ച ഭക്ഷണത്തിൻ്റെയും വലിച്ച സിഗരറ്റിൻ്റെയും കണക്കൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി നീ ഷെയർ ചെയ്യിക്കും. അവസാനം കടക്കാർ വന്ന് അപ്പനൊരു ശല്യമാകുമ്പോൾ വല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിടും. എന്നിട്ട് അതിന് ചിലവായ കാശിൻ്റെ ഷെയർ ഒന്ന് ചോദിക്കും. ജോമോനെ, അവള് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അപ്പൻ ഇത്രയും നാൾ സമ്പാദിച്ചത് മുഴുവൻ അപ്പൻ തന്നെ നശിപ്പിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചല്ലോ ഡോക്ടർ അൽഫോൻസ്. നിന്റെ ഈ ഡോക്ടർ സ്റ്റേറ്റസും പെങ്ങന്മാരിയിരിക്കുന്ന വെൽ സെറ്റിൽ ഭർത്താക്കന്മാരൊക്കെ അപ്പൻ്റെ സമ്പാദ്യങ്ങൾ തന്നെയാണ്.